പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാലാരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിലച്ചനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സ്നേഹമുള്ള തോമാച്ച, സ്നേഹമുള്ള നമ്മുടെ ആശ്രമ അധിപനായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛ, സ്നേഹമുള്ള കൊച്ചച്ഛന്മാരെ, ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ, കമ്മിറ്റിക്കാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജീവിനെ വിട്ടുപോയിട്ടില്ല. രാജീവിനെയും പ്രത്യേകം അനുസ്മരിക്കുന്നു. രാജീവ് ഇന്നലെയും പൂഞ്ഞാറിൽ ഉണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ പൂഞ്ഞാറിലുണ്ടായത്. വൈകുന്നേരം ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ വാർത്തകൾ കേൾക്കുവാൻ ഇടയായത്. പൂഞ്ഞാറ് സെന്റ് മേരീസ് ഫൊറോന പള്ളി ആയതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ നന്നായിട്ട് വിലയിരുത്തി മനസ്സിലാക്കുവാൻ നിർബന്ധിതനായി. എനിക്ക് പൂഞ്ഞാറുമായിട്ട് ഒരുപക്ഷെ രാമപുരം ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഞാൻ അവിടുത്തെ പൂഞ്ഞാർ പള്ളിയിൽ, പയ്യാനിത്തോട്ടം പള്ളിയിൽ, അടിവാരം പള്ളിയിൽ, പിന്നെ സമീപ പ്രദേശങ്ങളിലുള്ള പല പള്ളികളുമായിട്ടും അല്ലാത്തതുമായ ഒരു ബന്ധം, അവിടുത്തെ ഹൈന്ദവ സമുദായവുമായിട്ടുള്ളൊരു ബന്ധം, അവിടുത്തെ മങ്കുഴി അമ്പലത്തില്, അതുപോലെ മറ്റ് പനച്ചേപ്പാറയുള്ള SNDP മന്ദിരത്തില്, പള്ളികുന്നേൽ അമ്പലത്തില് എല്ലാം ഞാൻ അവിടെ എല്ലാം പോയി അവരോട് സംസാരിച്ചിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ എനിക്ക് വളരെ ബന്ധമുള്ള ഒരു സ്ഥലമായതുകൊണ്ടുകൂടി ഞാൻ ആ കാര്യങ്ങളെല്ലാം വളരെ ഉത്കണ്ഠയോടെ പഠിച്ചു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴേ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. സത്യത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോഴ് യഥാർത്ഥ ദൈവവിശ്വാസികൾ, അവരേത് മതസ്ഥരുമാകട്ടെ, ആ വിശ്വാസികളെല്ലാം വിഷണ്ണരായി. നമ്മുടെ ഭാഷയിൽ ചിന്തിച്ചാൽ സ്വർഗം ദുഃഖിച്ചു, ദൈവം ദുഃഖിച്ചു. ഒപ്പം പറയണം, വാറോദീനാൻ സന്തോഷിച്ചു. അങ്ങനൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം കേൾക്കുവാൻ സാധിച്ചത്. അച്ഛനിവിടെ സൂചിപ്പിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. നോമ്പുകാലമാണ്. പൂഞ്ഞാർ പള്ളിയില് നോമ്പുകാലത്തിന്റെ ദിവികാരുണ്യ ആരാധന നടക്കുകയാണ്. ആ സമയം ഒരു പറ്റം വാഹനങ്ങളാണ് അവിടെ കടന്നു വരുന്നത്. ബൈക്കുകൾ, കാറുകൾ. അവിടെ വന്ന് വലിയ അഭ്യാസ പ്രകടനമാണ്. ചില വണ്ടികൾക്ക് സൈലൻസർ ഇല്ല, പടപടാ ശബ്ദമാണ്. ഈ ശബ്ദ കോലാഹലങ്ങളുടെ നടുവില് പള്ളിയിലെ ആരാധന സാധ്യമാകാത്ത ഒരവസ്ഥ വരികയാണ്. ആ അവസരത്തിലാണ് ഗതികെട്ടിട്ട് കൊച്ചച്ഛൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പള്ളിപ്പരിസരത്ത് ഇത്തരത്തില് വലിയ ബഹളമുണ്ടാക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ചെന്നു. നമുക്കിന്ന് ഏകദേശം അറിയാം അവരാരാണെന്ന്. 29 ആളുകളെന്ന്, പ്രതികളെന്ന് പോലീസ് പറയുന്നു. 24 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ 12 പേർ കുട്ടികളാണ്, +2 പഠിക്കുന്നവരാണെന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ച നൽകുന്ന, നമ്മുടെ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോരുന്ന കാര്യങ്ങളാണ്. ഈ ആളുകൾ, അച്ഛൻ അവരോട് ഇവിടെ പറഞ്ഞതുപോലെ വളരെ സ്നേഹപൂർവം റിക്വസ്റ്റ് ചെയ്യുകയാണ്, യാചിക്കുകയാണ്, ദയവായി ഇവിടെ നിന്ന് പോകണം, ശബ്ദമുണ്ടാക്കരുത്. അവരത് ഞാൻ ഈ ഗേറ്റ് അടയ്ക്കും, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോഴേ
അതിലൊരു ബൈക്ക് പാഞ്ഞു ചെന്ന് അച്ഛനെ തട്ടുകയാണ്. ഇവിടെ തട്ടി എന്ന് പറയുന്നതിനകത്തൊരു തെറ്റുണ്ട്. ഇടിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഇന്നൊരു പത്രം എഴുതിയിരിക്കുന്നത് എത്ര ലാഘവത്തോടെയാണ്, നിങ്ങൾ വായിച്ചു കാണും. അച്ഛൻ നിന്നിരുന്ന സ്ഥലത്തുകൂടി പോയപ്പോൾ വണ്ടി തട്ടി. വണ്ടി തട്ടുന്നത് അതുപോലെ വണ്ടി ഇടിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒന്ന് ഇടിക്കുമ്പോഴേ അത് ബോധപൂർവകമാണ്, തട്ടുമ്പോഴേ അത് അറിയാതെയാണ്. ചില പത്രം അങ്ങനെ ബോധപൂർവം എഴുതുമ്പോഴേ ഈ കഠിനമായ തെറ്റുകൾക്ക് അടിവരയിട്ട് അംഗീകാരം നൽകുവാനുള്ള ശ്രമം, ഗൂഢശ്രമം, അങ്ങനെയുള്ള പത്രങ്ങളുടെ പിൻപില് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ വണ്ടി അച്ഛനെ ഇടിച്ചു. തുടർന്ന് വന്ന കാറ് അച്ഛനെ ഇടിച്ചു. അച്ഛൻ വീണു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതാ സംഭവിച്ചത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വലിയ ഒരു അപകടം ഒഴിവാവുകയാണ്. പൂഞ്ഞാർ വിശ്വാസി സമൂഹം, പള്ളിയിലുള്ളവരും പുറത്തുള്ളവരുമെല്ലാം ഇതറിയാനിടയായി. നൂറുകണക്കിന് ആളുകൾ ഓടിക്കൂടി. വികാരി അച്ഛനോട് നിർബന്ധിച്ച് പള്ളിയിലെ കൂട്ടമണിയടിച്ചു. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഓടിക്കൂടി. പാതാമ്പുഴയിൽ നിന്നും, കുന്നോന്നിൽ നിന്നും, പെരിങ്ങളത്ത് നിന്നും, അടിവാരത്തു നിന്നും, പാലായിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ദുഃഖകരമായ വാർത്തയറിഞ്ഞ് ആളുകളോട് ഓടിക്കൂടുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾ വികാരഭരിതരായി. അവർക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരുടെയും സമയോചിതമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയാണ്. പലരും എല്ലാം മറന്ന് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴവിടെ കാണുന്നത്. വികാരിയച്ഛൻ സൗമ്യമായി, ശാന്തമായി അവരെല്ലാം ബോധപൂർവം ആത്മസംയമനം പാലിച്ച് പ്രതിഷേധിക്കുവാൻ, പ്രതികരിക്കുവാൻ, നമ്മുടെ ദൈവമാർഗം, ക്രിസ്തീയ മാർഗം വിടാതിരിക്കാൻ തക്കവണ്ണമുള്ള ജാഗ്രത പുലർത്തുകയാണ്. രൂപതാ കേന്ദ്രത്തിൽ നിന്ന് അതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. വളരെ പക്വതയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുവാനുള്ള വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് രൂപതാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. അവിടെ കൂടിയിരുന്ന ആളുകൾ അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. അവരോട് കാര്യങ്ങൾ വികാരിച്ചൻ വിശദീകരിച്ചു. ഇന്നലെ സായാഹ്നത്തിൽ ഏതാണ്ട് ഈ സമയത്തിന് അല്പം മുൻപ് പള്ളി അങ്കണത്തിൽ നിന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാരും അതെ നൂറുകണക്കിന് വിശ്വാസികളും അടങ്ങുന്ന വലിയൊരു സമൂഹം പ്രതിഷേധ ജാഥയായി പൂഞ്ഞാർ ടൗണിലേക്ക് നീങ്ങി. പൂഞ്ഞാർ സെയിന്റ് ആന്റണീസ് കൊവേന്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോഴേ അവിടെ നിന്ന് തിരിച്ച് പൂഞ്ഞാർ പള്ളി അങ്കണത്തിൽ വരുമ്പോൾ സമയം സായാഹ്നം കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് പള്ളി അങ്കണത്തിൽ കൂടിയ ജനത്തോട് അവിടെ സംഭവിച്ച കാര്യങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളും അവിടെ ബന്ധപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. രൂപതാ കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞ ഉടനെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതെ, ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമുക്ക് അഭിമാനപൂർവം പറയാൻ സാധിക്കുന്നത് ദൈവമാർഗത്തിൽ ചരിക്കുന്ന, ഈശോയുടെ ചൈതന്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ വളരെ പക്വമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് പല വേദികളിലും ഇക്കാര്യങ്ങൾ ചർച്ചയിലൂടെയും അല്ലാതെയും അവതരിപ്പിക്കുമ്പോൾ
കേൾക്കാൻ ഇടയാകുന്ന കാര്യങ്ങൾ പലതും പച്ചക്കള്ളമാണ്. ഒരു ഉദാഹരണത്തിന്, കുട്ടികളല്ലേ, കൊച്ചുങ്ങളല്ലേ, അവരുടെ ഭാവി തകർക്കരുത്. ഞാൻ ഓർക്കുകയാണ്, ഈ പൂഞ്ഞാർ പള്ളി അങ്കണത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് ഞാൻ അവിടെ കൊച്ചനായിരുന്നപ്പോൾ വന്നൊരു നാടകത്തിന്റെ ഒരു രംഗം. മനസ്സൊരു കുസൃതി കാട്ടി, അതാണ് ആ നാടകത്തിന്റെ പേര്. 1989 നാടകത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. മനസ്സൊരു കുസൃതി കാട്ടി. അതിനകത്ത് വലിയൊരു ധനാഢ്യൻ ഒരു വക്കീലിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. വക്കീലേ, എനിക്ക് വേണ്ടി ഒരു കേസ് വാദിക്കണമല്ലോടോ. വലിയ കേസും മറ്റൊന്നുമല്ല, എൻ്റെ പിള്ളേര് വെറുതെ ചുമ്മാ ഒരുത്തിനെ ഒന്ന് കൊന്നു, അത്രേ ഉള്ളൂ. എൻ്റെ പിള്ളേര് വെറുതെ ചുമ്മാ ഒരുത്തിനെ ഒന്ന് കൊന്നു, അത്രേ ഉള്ളൂ. ഇന്ന് നടന്ന ചർച്ചകളില് വാസ്തവത്തിൽ ഈ ധനാഠ്യന്റെ മനോഭാവത്തോടു കൂടി പറയുകയാണ്, കുഞ്ഞുങ്ങളല്ലേ, ഭാവി നശിപ്പിക്കരുത്. അവര് തുറന്നു കിടക്കുന്ന ഒരു മൈതാനത്തിൽ, പള്ളിയുടെ അങ്കണത്തിൽ, അതെല്ലാവർക്കും കയറുവാൻ അവകാശമുള്ള സ്ഥലമല്ലേ. അങ്ങനെ ഒരു ഇടത്തുനിന്ന് വണ്ടി ഓടിച്ച് കയറ്റി എന്നതിന്റെ പേരിൽ എന്തിനിത്ര കോലാഹലം? ഇത്രമാത്രം ലാഘവ ബുദ്ധിയോടെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ വാസ്തവത്തിൽ ഇതിന്റെ പിന്നിലെല്ലാമുള്ള ഗൂഢോദ്ദേശ്യവും കുരുത്തക്കേടുകളുടെ കുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും നമ്മൾ അതിനെ വലിയ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇവിടെ നമുക്കും കഴിഞ്ഞ ദിവസം ദുഃഖപരമായ ഒരു സംഭവം ഉണ്ടായത്. പവൻ എന്ന് പറയുന്ന ഒരു പയ്യൻ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, മിടുക്കനാണ്. പ്രിൻസിപ്പളിനും എനിക്കുമൊക്കെ അവനെ അറിയാമായിരുന്നു. എല്ലാ കാര്യത്തിലും ബഹുമിടുക്കനാണ്. നമ്മുടെ മിടുക്കനായിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും ചില അവസരങ്ങളിലെങ്കിലും അല്പം ജാഗ്രതക്കുറവുണ്ട്, സൂക്ഷ്മക്കുറവുണ്ട്. ചില അവസരങ്ങളിൽ അല്പം അപക്വതയുണ്ട്. ഇവിടെ നിൽക്കുന്ന കാരണവന്മാരും ഒരുപക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവൻ ഉപയോഗിച്ച 450 cc ബൈക്കാണ്. ഇവിടെ ഇരിക്കുന്ന ഒറ്റ കാരണവന്മാർ പോലും 100 cc ബൈക്കിൽ കൂടി ചെറുപ്പത്തിൽ കയറിയിട്ടില്ല. ഞാനും ഓടിച്ചിട്ടുണ്ട് ഒരു 3.5 ലക്ഷം കിലോമീറ്റർ ബൈക്ക്. 100 cc ഹീറോ ഹോണ്ട SS. വാസ്തവത്തിൽ എനിക്ക് ആ സംഭവം കേട്ടപ്പോൾ വലിയ വേദനയുണ്ടായി. എന്റെ കാരണം, നമുക്കറിയാം, മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവച്ച് സ്റ്റാർട്ട് ചെയ്താൽ മരത്തെ കയറുന്ന ബൈക്ക് അത്ര പവർഫുള്ളാ. 450 cc. നമ്മുടെ ഈ പാവം കുട്ടികൾ എന്ന് പറയുന്ന പല ആൾക്കാരും അരുതാഴിയെ കാണിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ്. അങ്ങനെയുള്ള വാഹനങ്ങളിൽ കയറി അലോസരം ഉണ്ടാക്കുകയും പരിപാവനമായ പള്ളി അങ്കണത്തിൽ ദൈവാരാധന നിഷേധിക്കുവാൻ തക്കവണ്ണമുള്ള തന്റെ ഇടം കാണിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾ പാവപ്പെട്ട കുട്ടികളല്ല, മറിച്ച് നാടിന്റെ സ്വൈരാന്തരീക്ഷം തകർക്കുവാൻ തക്കവണ്ണം അവർ മലീമസമായ മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. അവരുടെ മനസ്സിനെ മലീമസമാക്കുന്നതിന് ഈ സമൂഹത്തിനൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, നേരത്തെ അവിടെ സാഹചര്യത്തിൽ ബോധപൂർവം അതിന് ശ്രമിച്ച ആളുകളുണ്ടാകാം, ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ട് ശ്രമിച്ച ആളുകളുണ്ടാകാം. ഈ സാധ്യതകളൊന്നും നിഷേധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കണം, ഇവിടെ എല്ലാം ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ട ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച്, മതത്തെക്കുറിച്ച് മനുഷ്യനുണ്ടായിരിക്കുന്ന വികലമായ കാഴ്ചപ്പാടാണ്. 89 പൂഞ്ഞാറിരുന്നപ്പോൾ ഞാൻ അവിടെ ആ സമൂഹത്തിൽ ഇടപെട്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം, അടിവാരത്തിരുന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം, നിങ്ങളൊരു പക്ഷേ എന്നോട് ചോദിച്ചേക്കാം, അച്ഛൻ എന്തിന് അമ്പലത്തിൽ പോയി പ്രസംഗിച്ചു? അന്ന് എൻ്റെ ആളുകളും ചോദിച്ചതാണ്. അടിവാരത്ത് ഉത്സവത്തിന് മതപ്രഭാഷണം നടത്തുവാൻ ആ അമ്പലത്തിലെ അധികാരികൾ എന്നെ വിളിക്കുമ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, അവിടെ പോകണമോ വേണ്ടയോ? എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. നമ്മുടെ കർത്താവ് ഒരു ക്രിസ്ത്യാനിയോടും പ്രസംഗിച്ചിട്ടില്ല, ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയോടും പ്രസംഗിച്ചിട്ടില്ല. ക്രിസ്തു പ്രസംഗിച്ചതെല്ലാം ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളോടാണ്.
വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ, സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ, തിന്മയ്ക്കെതിരായിട്ട് സംസാരിക്കാൻ, നന്മയെക്കുറിച്ച് സംസാരിക്കാൻ, ദൈവ ചിന്തകൾ പകരാൻ എവിടാ നമുക്ക് പോകാൻ പറ്റാത്തത്? വിശാലമായ ഹൈന്ദവ സംസ്കാരത്തിന്റെ സുന്ദരമായ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്നിരുന്ന ഒരു കാലമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ കാഴ്ചപ്പാടുകൾ ബോധപൂർവം ഉണ്ടാക്കി ചില തീവ്രവാദികൾ സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നതിന് തക്കവണ്ണം ഗൂഢലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഹീനമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മളിന്ന് കാണുന്നു. അതെ, ഞാൻ പേട്ട ടൗണില് എത്രയോ മണിക്കൂറുകൾ, എത്രയോ അവസരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അറിയാവുന്ന മദനിക്ക് മുട്ടിന് വെടിയേറ്റ് അവിടെ വലിയൊരു വർഗീയ ലഹളയുണ്ടായി. പേട്ടയിലുള്ള ആളുകള് പൂഞ്ഞാറിന് വരുമ്പോൾ അവരെ ഉപദ്രവിക്കും, പൂഞ്ഞാറുകാര് പേട്ട ചെല്ലുമ്പോൾ അവരെ ഉപദ്രവിക്കും. തീക്കോയിലേക്കും അതുപോലെ തിടനാടേക്കും എല്ലാം പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് മാറ്റമില്ല. അന്ന് പയ്യാനിത്തോട്ടത്തിന്റെ ഉത്തരവാദിത്വം കൂടി നോക്കി ജീവിക്കുന്ന കാലത്ത് ഇങ്ങനൊരു അവസ്ഥ വല്ലാണ്ടായപ്പോൾ അത് നോക്കി നിൽക്കാൻ സാധിച്ചില്ല. ഞാന് അവിടെയുള്ള പല ആളുകളെയും, കാരണവന്മാരെയും മത നേതാക്കന്മാരെയും എല്ലാം കൂട്ടുപിടിച്ച് അന്ന് പയ്യാനിത്തോട്ടത്തിൽ നിന്ന് പേട്ടയിലേക്ക് ഒരു സ്നേഹ സന്ദേശ യാത്ര, 2000 പങ്കെടുത്തൊരു യാത്ര സംഘടിപ്പിച്ചു. അതിൽ ഹൈന്ദവരും മുസ്ലിമുകളും ക്രിസ്ത്യൻസും എല്ലാം പങ്കെടുത്തു. പേട്ടക്കവലയില് ഈ മതങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആളുകൾ സംസാരിച്ചു. അങ്ങനെ അവിടെ നിന്നിരുന്ന സംഘർഷപൂരിതമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്താൻ ഈ കൂട്ടായ യജ്ഞത്തിന് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, പേട്ടയിൽ സംസാരിക്കുമ്പോൾ നിസ്കാരം, ബാങ്ക് വിളികൾ, അത് നമ്മൾ അവരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. ലാഹിലാഹിലില്ലല്ലാ റസൂൽ മുഹമ്മദനില്ലല്ലാ. ഈ ബാങ്ക് വിളി കേൾക്കുമ്പോ അവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, സംസാരം നിർത്തും. ഇവരുടെ ഈ പ്രാർത്ഥന തീരുന്ന ഒരു നിമിഷത്തേക്ക് എല്ലാ ആൾക്കാരും എത്ര ആദരവോടെയാണ് കാണുന്നത്. നമ്മൾ ഈ രാമപുരത്ത് വാസ്തവത്തിൽ നമുക്ക് ചങ്കിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമല്ലോ, ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മതപരമായിട്ടുള്ള വിദ്വേഷം ആരോടെങ്കിലും ഉണ്ടോ? എനിക്ക് ഉറപ്പിച്ചു പറയാം, ആരോടുമില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മള് പണ്ട് മുതല്, പുരാതന കാലം മുതല്, ശരിക്കും പറഞ്ഞ 1599 ജൂൺ 20 നടന്ന ഡയംബർ സെനറ്റിന്റെ കാനാന വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാനാനയിലും ഉണ്ട് എല്ലാ പള്ളികളിലും പാവങ്ങളെ സഹായിക്കുന്നതിനൊരു പൂവർ ബോക്സ് സ്ഥാപിച്ചിരുന്നു. അതിന്റെ നന്മ മനസ്സിലാക്കാനായിട്ട് വിദേശീയർക്ക് സാധിച്ചില്ല, പാശ്ചാത്യർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ റീസണബിൾ അല്ലാത്ത, ഒട്ടും ന്യായീകരിക്കാനാവാത്ത കാര്യം പറഞ്ഞ് അത് റദ്ദ് ചെയ്തു. അന്നും നമ്മൾ മനസ്സിലാക്കുന്നു, ഇന്നും മനസ്സിലാക്കുന്നു, നമ്മുടെ മുൻപിൽ ആവശ്യക്കാരനായിട്ട് വന്നു നിൽക്കുന്നവൻ ആരാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഞാനിവിടെ 12 കൈക്കാരന്മാരോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഒറ്റ കൈക്കാരൻ പോലും അവൻ അന്യമതസ്ഥനായതുകൊണ്ട് അവനെ സഹായിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു മേഖലയിലും. ഇവിടെ ഈ ദേവാലയത്തിൽ തിരുനാൾ നടക്കുമ്പോൾ ഇവിടെ വരുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഇവിടെ അമ്പലങ്ങളിൽ നിന്ന്, ഇപ്പൊ പാലായിലാണെങ്കിലും രാവിലെ ഉണരുമ്പോൾ കേൾക്കുന്നത് വാസ്തവത്തിൽ അവരുടെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രാർത്ഥനാ ഗീതങ്ങളാണ്. ഉപനിഷത്തുകളും വേദങ്ങളും അവിടെ പറയുന്ന ദൈവചിന്തകൾ വത്തിക്കാൻ കൗൺസിൽ പറയും, അവയിലെല്ലാം സത്യത്തിന്റെ രശ്മികളുണ്ടെന്ന് സഭ പഠിപ്പിക്കും. സത്യത്തിന്റെ രശ്മികൾ. അപ്പോൾ അത് കേൾക്കുമ്പോ
ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന മനുഷ്യനാണ് വാസ്തവത്തിൽ പള്ളി. ഹൃദയത്തിൽ ഉള്ളിൽ പള്ളിയുള്ളവൻ, ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് അവിടെയൊന്നും ഒരു അസ്വസ്ഥതയും തോന്നുകയില്ല. ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അകറ്റുന്നവനാണ് ദൈവം. മതം പഠിപ്പിക്കുന്നതാ. അണോരണിയാൻ മഹതോമകിയാൻ ആത്മാശയന്തോ നികുതോ ഗുഹായാം തം അക്രതും പശ്വതി വീതശോകോ ധാതുപ്രസാദാത് മഹിമാനമീശം. അണുക്കളുടെ ഉള്ളിൽ പോലും ദൈവ സാന്നിധ്യമുണ്ട് പറഞ്ഞിരിക്കുന്നു. ആ സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നവന് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ സാധിക്കും. അങ്ങനെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, അത് വാസ്തവത്തിൽ ഈ പറഞ്ഞ ദൈവചിന്ത തന്നെ നമ്മൾ കണ്ടെത്തുന്നത് ക്രിസ്തുവിൽ, ക്രിസ്ത്യാനികൾ കണ്ടെത്തുന്ന ദൈവത്തിൽ നമ്മൾ കാണുന്നത് കാൽവരിയിലാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കാൽവരിയെ കുറിച്ചുള്ള ചിന്തയെ ഹൃദയത്തെ തൊടുന്ന കവിവചനങ്ങൾ എപ്പോഴും എനിക്ക് എന്റെ സ്മരണയിലുണ്ട്. നീതിക്ക് വേണ്ടി പ്രസംഗിച്ച ധീരനെ നീതിയില്ലാതെ വധിച്ചതാണ് ആ സ്ഥലം. മർത്യനായി മാറ്റുവാൻ വന്നവനെ മർദ്ദിച്ച് കൊന്നതാണ് ആ സ്ഥലം. പാപിയെപ്പോലും പരമാർത്ഥമായി സ്നേഹിച്ച പാവനശീലനെ വധിച്ചതാണ് ആ സ്ഥലം. അവന്റെ ചിന്തയാ, അവന്റെ സ്വഭാവമാ പൂഞ്ഞാരിലെ കൊച്ചച്ഛൻ ഇന്നലെ കാണിച്ചത്. അവന്റെ സ്വഭാവത്തിലാണ് ഇന്നച്ഛൻ സംസാരിച്ചത്. എനിക്ക് ആരോടും പിണക്കമില്ല, എനിക്ക് കേസില്ല. അച്ഛൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ ഡിസിപ്ലിൻ തകർക്കുകയും ഈ സമൂഹത്തിൽ ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വർഗം ദുഃഖിക്കുമ്പോൾ വാറോദീനാൻ അട്ടഹസിക്കുന്നു. വാറോദീനാന്റെ അട്ടഹാസം കേട്ട് ഇത് സമൂഹത്തിന്റെ നാശമാണെന്ന് മനസ്സിലാക്കി ഇല്ല, ഇതിനെ നിയന്ത്രിക്കണമെന്ന് പക്വതയുള്ള ആളുകൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ദൈവചിന്തയ്ക്ക് നിരക്കാത്ത, മതചിന്തയ്ക്ക് നിരക്കാത്ത ഹീനവും പൈശാചികവുമായിട്ടുള്ള പ്രവണതകളെ പിഴുതെറിയുവാൻ തക്കവണ്ണം കർശനമായി നിയമങ്ങൾ നടപ്പാക്കിയേ മതിയാവൂ. നമുക്ക് പേടിയില്ല, പേടിക്കാൻ സാധിക്കുകയുമില്ല. ഈശ്വരവിശ്വാസി, ക്രൈസ്തവ വിശ്വാസി എന്തിനു പേടിക്കണം? എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് പുണ്യപ്പെട്ട രക്തസാക്ഷികളായ പിതാക്കന്മാരുടെ മരണത്തെ മുഖാഭിമുഖം കണ്ടപ്പോൾ കാണിച്ച തന്റേടവും ധീരതയുമാണ്. ഒറ്റൊരാളുടെ കാര്യം പറയട്ടെ, വേണമെങ്കിൽ ഡസൻ കണക്കിന് ആൾക്കാരുടെ കാര്യം പറയാം നമുക്ക്. പൊളിക്കാർപ്പ്, അതെ, അദ്ദേഹം സഭാപിതാവ. വിശ്വാസത്തിന്റെ പേരിൽ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് വിശ്വാസം. അവന് 100% ബോധ്യമുള്ള ദൈവചിന്തയിൽ മനസ്സുറപ്പിക്കുവാനും ആരാധന നടത്തുവാനും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ പ്രകൃതിയും സ്വാതന്ത്ര്യം നൽകുന്നു. പ്രകൃതിദത്തമായ അവകാശമാണ്, അവന്റെ മനസ്സാക്ഷിയുടെ അവകാശമാണ്, ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അവകാശമാണ്, ബുദ്ധിയുള്ള മൃഗമെന്ന നിലയിലുള്ള അവകാശമാണ്. ഈ അവകാശത്തെ ചോദ്യം ചെയ്തപ്പോൾ ഈ രക്തസാക്ഷികളുടെ പ്രതികരണം എന്തായിരുന്നു? പൊളിക്കാർപ്പിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആരാച്ചാരി ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി മര്യാദയ്ക്ക് കട്ടിലേക്ക് കിടന്ന് മരിച്ചാൽ പോരെ? അവനെ ഒന്നൊരു നിമിഷം തള്ളി പറഞ്ഞാൽ പോരെ ആ ക്രിസ്തുവിനെ? അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, 85 വർഷക്കാലം ഞാൻ അവനെ സേവിച്ചു, എനിക്ക് അവനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനവനെ തള്ളിപ്പറയണം? വാസ്തവത്തിൽ ഇതാണ് ശരിയായിട്ടുള്ള ബോധ്യം, വിശ്വാസം. വിശ്വസിക്കുന്ന കാര്യത്തെ പ്രതി ആരുടെയെങ്കിലും ജീവൻ എടുക്കുകയല്ല, അപഹരിക്കുകയല്ല, കൊല്ലുകയല്ല, കൊല്ലപ്പെടാൻ നിന്നുകൊടുക്കുന്നവൻ. അതാണ് കാൽവരിയുടെ ചൈതന്യം. പേടിയില്ല മരണത്തെ. ബൈസിലിനോട് സഭാപിതാവാ നാട് കടത്തുമെന്ന് ചക്രവർത്തിയുടെ ദൂതൻ പറഞ്ഞു. ചക്രവർത്തി പറയുന്നത് പോലെ ആരാധിച്ചില്ലെങ്കിൽ ബൈസിൽ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. നിന്റെ ചക്രവർത്തിയോട് പോയി പറയണം, ഈ ലോകം മുഴുവനും എൻ്റെ നാടാണ്, പിന്നെ എങ്ങോട്ടാണ് എന്നെ നാട് കടത്തുക? അപ്പോൾ ദൂതൻ പ്രതികരിച്ചു, ഇപ്രകാരമാണ് നീ
പ്രതികരിക്കുന്നതെങ്കിൽ മരണം നിനക്കുറപ്പാണ്. ബേസിൽ പറഞ്ഞ മറുപടി അദ്ദേഹം പറഞ്ഞു, ആ ദിവസങ്ങൾക്ക് വേണ്ടി, ആ നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കി പാർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവനെ നമുക്ക് പറയാൻ സാധിക്കും, വേട്ടക്കാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അതുപോലെയാണ്. നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തക്കവണ്ണമുള്ള യഥാർത്ഥ ദൈവചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ, വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി യഥാർത്ഥ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥതയും വെടിഞ്ഞ് മനുഷ്യനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന കൊലയാളി ദൈവങ്ങളെ എന്നേക്കുമായിട്ട് അടക്കം ചെയ്യാൻ തക്കവണ്ണമുള്ള ധൈര്യത്തോടെ, തന്റെ ഇടത്തോടെ അങ്ങനെയുള്ള ദൈവങ്ങളെ നിഗ്രഹിക്കാനുള്ള ഉറപ്പോടെ മുന്നോട്ട് വരാൻ തയ്യാറാകണം. ഈ സമൂഹത്തിൽ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവ വിചാരത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വൈരവിഹാരം നടത്തുവാൻ ഇത്തരത്തിലുള്ളൊരു മതചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം. മനുഷ്യനെ ദൈവങ്ങളായി കാണുന്ന മതചിന്ത ഏറ്റവും സുന്ദരമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഹൈന്ദവ തത്വശാസ്ത്രം. അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതെല്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയല്ലയോ? നമുക്കറിയാം, മനുഷ്യനെ കാണുന്നത് ദൈവമായിട്ടാണ്. നീയും ഞാനും ദൈവത്തിൽ ഒന്നാണ്, രണ്ടല്ല. ദൈവവും ഞാനും ഒന്നാണ്, അവിടെയും രണ്ടല്ല. യോഹന്നാൻ 10:34 വായിക്കുമ്പോൾ നിങ്ങൾ ദൈവങ്ങളാണെന്ന് വചനത്തിൽ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ദൈവങ്ങളാണ്. ഈ ദൈവത്തിന് യോഹന്നാൻ കൊടുത്ത നിർവചനം എന്നാ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിർവചനമാ. 1 യോഹന്നാൻ 4:8 16. അതെ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും മന്ത്രിക്കേണ്ട ഒരു ശബ്ദമാ, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാ. സ്നേഹവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം ദൈവവിരുദ്ധമാ. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ദൈവത്തെ മുൻനിർത്തി ചിന്തിക്കുന്ന ആളുകൾ ഏത് മതത്തിന്റെ ആരാധനയെയും ബഹുമാനിക്കണം. ആ സാഹചര്യങ്ങളെ പവിത്രമായി കാണണം. ആ അന്തരീക്ഷത്തെ ദൈവീക അന്തരീക്ഷമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടി എന്ത് സഹായവും ചെയ്യണം. അതിനു പകരം അങ്ങനെയുള്ള അന്തരീക്ഷത്തെ സഹിക്കാനാവാത്ത വലിയ കോലാഹലം കൊണ്ട് എതിർക്കുകയും അങ്ങനെയുള്ള അവസ്ഥയെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ദൈവം മരിക്കുന്നു. ദൈവമില്ല, അവിടെ സാത്താൻ ജനിക്കുകയാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള മതത്തെക്കുറിച്ചുള്ള ബോധം നമ്മൾ ഇന്ന് വിശ്വാസി സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്ന ചിത്രം ദൈവത്തിൻ്റെതല്ല, നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെതല്ല, നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിൻ്റെതല്ല, നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെതല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മെ ദൈവമല്ല നയിക്കുന്നത്. ഇന്നലെ പൂഞ്ഞാറില് ആ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരരെ നയിച്ചത് ദൈവമാണോ? ദൈവമാണോ? ഒരു ദൈവവും അങ്ങനെ നയിക്കത്തില്ല. അങ്ങനെയുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകത്തില്ല. സ്നേഹമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ് സംഭവിച്ചത്. ഭാഗ്യവശാൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ രക്ഷപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മാനുഷികമായിട്ട് വിലയിരുത്തുമ്പോൾ അച്ഛൻ അവരോടൊന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അവരെ ആരെയും അച്ഛൻ വെറുത്തിട്ടില്ല. അവരോടൊന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അച്ഛൻ അവരുടെ വീടുകളിൽ പോയി അവരോട് സംസാരിച്ചില്ല. താൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവക ദേവാലയത്തിന്റെ പുണ്യപ്പെട്ട മധുവകായിൽ നിന്ന് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ വന്നപ്പോൾ ഇറങ്ങിച്ചെന്ന പള്ളി അങ്കണത്തിൽ അങ്ങേയറ്റം ആ പവിത്രമായ അന്തരീക്ഷത്തെ മോശപ്പെടുത്തുന്ന ആളുകളോട് അരുതേ, മനുഷ്യാത, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, അരുതേ. അങ്ങനെ അരുതേ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസികൾക്ക് വീടുകളിൽ എങ്ങനെ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കും? അസ്തിത്വത്തെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണമുള്ള
ഗൂഢ താല്പര്യങ്ങളും ഒരു സമൂഹത്തെ അച്ഛനിവിടെ ഈ നാളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഭാരതത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, ഓരോ വർഷത്തെയും മതത്തിന്റെ പേര് രക്തസാക്ഷികളാകുന്ന ആളുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഹൃദയ നൊമ്പരത്തോടെ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കൂ. ലിബിയയിലും സിറിയയിലും ഇറാനിലും ഇറാഖിലും എന്തു വേണ്ട പാകിസ്ഥാനിൽ വരെ വധിക്കപ്പെടുന്ന നിഷ്കളങ്കരായ ക്രിസ്ത്യാനികളുടെ, ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന, ഒരു ദ്രോഹവും ചെയ്യാത്ത ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഭാരതത്തിൽ വാസ്തവത്തിൽ നമുക്കിന്ന് ഉത്കണ്ഠയുണ്ട്, വലിയ ഉത്കണ്ഠയുണ്ട്. ഈ ഭാരതത്തിന്റെ സംസ്കാരം ഇങ്ങനെയായിരുന്നില്ല, മതത്തിന്റെ സംസ്കാരം ഇങ്ങനെയായിരുന്നില്ല, മതം വിശ്വാസികൾ പുലർത്തിയിരുന്ന സാഹോദര്യം ഇങ്ങനെയായിരുന്നില്ല. നമുക്കിവിടെ മൺമറഞ്ഞു പോകുന്ന യഥാർത്ഥ ദൈവ ചൈതന്യം ഹൃദയത്തിൽ സജീവമാക്കുകയും ആ ദൈവ ചൈതന്യത്തെ മുൻനിർത്തി ജീവിക്കുവാൻ നമ്മുടെ ആളുകളെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ഒപ്പം തന്നെ അതിനെതിരായിട്ട് നിൽക്കുന്ന, ഞാൻ ആദ്യം സൂചിപ്പിച്ച വാറോദീനന്മാരുടെ ശക്തികളെ ഒരു കാരണവശാലും തലപൊക്കാൻ അവിടെ അനുവദിക്കുകയില്ല എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ചങ്കൂറ്റവും ധീരതയും നമുക്കുണ്ടായേ മതിയാവൂ. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കുവാനും മറികടക്കുവാനും നമുക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ ശക്തിയാണ് നമ്മുടെ ബലം, ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ബലം. ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മാനുഷികമാക്കി തീർക്കുന്നത്, അതേ മനുഷ്യന് ചേരുന്നതാക്കി തീർക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഹൃദയത്തിൽ ഓർക്കാം. പൂഞ്ഞാറിലെ സമൂഹത്തെ നമുക്ക് പ്രത്യേകമാംവിധം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടെ ശാശ്വതമായ സമാധാനം പുലരുന്നതിന്, ഈ സമാധാനത്തിന് ഭംഗം വരുത്തുവാൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളുടെ കുൽസിതമായ ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന്, നിഷ്പക്ഷമായി ഭരിക്കുന്ന സർക്കാർ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണുന്നതിന്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളെ വരുതിയിൽ നിർത്തുന്നതിന്, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന്, നിയമം അനുശാസിക്കുന്ന രീതിയിൽ ശിക്ഷ നൽകുന്നതിന് തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിന് തക്കവണ്ണം പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള ആത്മശക്തി നമുക്കുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ഈ ജംഗ്ഷനില്, ഈ പവിത്രമായ കുരിശുപള്ളി അങ്കണത്തില് ഇതുപോലെ ദൈവചിന്തകളെ കുറിച്ച് ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഓർക്കാൻ, നമുക്ക് സംഭവിച്ച വലിയ ദുഃഖകരമായ പൂഞ്ഞാറിലെ ആ സംഭവത്തെ അപലപിക്കാൻ ഇത്തരത്തിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത ഏറ്റവും ബഹുമാന്യനായ പ്രിയപ്പെട്ട ബെർക്കുമനസ് അച്ഛന്, അതുപോലെ ഇവിടെയുള്ള അച്ഛന്മാർക്ക്, കൈക്കാരന്മാർക്ക്, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കെല്ലാം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുമോദിക്കുന്നു. നമുക്ക് ഹൃദയ ഐക്യത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കാം. ദൈവചിന്തയുള്ള, അതേ സാക്ഷാൽ ദൈവത്തിന്റെ ചൈതന്യമുള്ള ഒരു സമൂഹം, അതേ പരസ്പര സഹവർത്തിത്വത്തിലും സഹായത്തിലും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന നമ്മുടെ പുണ്യപ്പെട്ട കാരണവന്മാരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സമൂഹം ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധതയോടെ നമുക്ക് പ്രവർത്തിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.